GCC രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിൻ്റെ നഷ്ടപരിഹാരം ഇറാനിൽ നിന്ന് തന്നെ ഈടാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയൊരു പ്രസ്താവനയാണ് അയാളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വലിയ രീതിയിൽ വിവാദമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭീമമായിരിക്കുന്ന സംഖ്യയാണ് ഇറാൻ്റെ കാരണത്താൽ ഗൾഫ് മേഖലയ്ക്ക് നഷ്ടമായത്. അമേരിക്കയ്ക്ക് അതിനുണ്ട്. ഇറാൻ്റെ ആക്രമണത്താൽ നഷ്ടപ്പെട്ടത് എഴുതിയാലും പറഞ്ഞാലും അവസാനിക്കാത്തത്രയാണ് എന്ന് അമേരിക്ക സമ്മതിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ മരവിപ്പിച്ച ആസ്തികളാണ് ഇറാൻ്റെ ആക്രമണ നഷ്ടമായിട്ട് ഈടാക്കാൻ പോകുന്നത്. അത് എന്ന് വെച്ചാൽ 24 ബില്യൺ ഡോളറെങ്കിലും ഇറാൻ്റെ പണമായിട്ട് മറ്റു പല രാജ്യങ്ങളിലും അമേരിക്ക മരവിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്ക് കിട്ടിയിട്ടില്ല, അവർക്ക് അത് കൊടുത്തിട്ടുമില്ല. ആ പണം എന്ത് ചെയ്യുന്നു? ആ പണം എടുത്തിട്ട് ഈ നഷ്ടപരിഹാരം ഈടാക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതൊരു തീരുമാനമല്ല, ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതിന് ഇറാൻ്റെ ഭാഗത്തൊരു മറുപടി വന്നിട്ടുണ്ട്. അതും ശ്രദ്ധേയമാണ്. ഹോർമുസിൽ ചുങ്കം തങ്ങൾ ഇരട്ടിയാക്കുന്നതാണ്. നിലവിൽ $1 കോടി ആണെങ്കിൽ അത് 2 കോടി ആക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലാക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ആലോചിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ പണി തന്നാൽ ഞങ്ങൾ ഇവിടെ പണി തരും എന്ന് ചുരുക്കം. അങ്ങനെയാണ് പറയുന്നത്. 2026 ഇറാൻ്റെ വ്യാപക മിസൈൽ ആക്രമണത്തിൽ മിഡിൽ ഈസ്റ്റിലും അതേപോലെ അമേരിക്കക്കും, മിഡിൽ ഈസ്റ്റ് മേഖലക്കും അമേരിക്കയുടെ ഭാഗത്തും ദശകോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇറാനിൽ നിന്നല്ലാതെ ഈടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ അനാവശ്യമായിരിക്കുന്ന ഇടപെടലുകളാണ് നടത്തിയത്. അതിൻ്റെ അർത്ഥം ഇറാൻ ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചാൽ അത് അനുഭവിച്ചാൽ പോരെ, തിരിച്ചടിക്കേണ്ടതില്ലല്ലോ എന്ന് ചുരുക്കം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആക്രമിക്കുന്ന മേഖലയിൽ നിന്നല്ലേ ആക്രമിക്കുക. കടലിൽ നിന്ന് ആക്രമിക്കുന്ന സമയത്ത് കരയിൽ എന്തിനു ആക്രമിക്കുന്നു എന്നും അമേരിക്ക ചോദിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്നാണ് ആക്രമണം വരുന്നത് എന്നുള്ളത് കൃത്യമാണ്. അതിനെക്കുറിച്ച് ട്രംപ് മിണ്ടുന്നില്ല എന്ന് ചുരുക്കം. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട 2025 ആക്രമണം, അത് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ 12 ദിവസം 13 ദിവസത്തോളം നീണ്ടിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വിശകലനം ചെയ്യുന്ന സമയത്ത് അത് ലോകത്തെ ബാധിച്ച പ്രശ്നമൊന്നുമല്ല. അത് അവർ 2 രാജ്യങ്ങളും തമ്മിൽ മാത്രം ബാധിക്കപ്പെട്ടത്. കാര്യം ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അതിൻ്റെ അനുബന്ധപരമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചോ അന്നൊരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. 13 ദിവസത്തോളം ആ യുദ്ധം നടക്കുന്നു. 2 രാജ്യത്തേക്കും അത്യാവശ്യം നഷ്ടങ്ങളുണ്ടാകുന്നു. ആ നഷ്ടം പിന്നീട് അവർ തന്നെ നികത്തണം എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നു. അങ്ങനെ ആ രീതിയിലൊക്കെ പോവുകയാണ്. പക്ഷേ 2026 തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം വരാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞു തന്നെ ഇറാനാണ്. അത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മേഖലാ യുദ്ധമായിട്ട് അത് മാറും. തങ്ങളുടെ രാജ്യത്ത് അത് ഒതുങ്ങില്ല യുദ്ധം. അത് അന്താരാഷ്ട്ര തലത്തിലും ലോക മനുഷ്യർക്കും വല്ലാത്ത രീതിയിൽ കെടുതികളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു. പക്ഷേ അതിലിപ്പോൾ അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ വിവരങ്ങൾ അമേരിക്ക കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത് അവരുടെ ഒരു അഹങ്കാരം കൊണ്ട് പറയുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഭരണം അട്ടിമറിയാൻ പോവുകയാണ്. പുതിയ പവലവി ഭരണ സംവിധാനം അവിടേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അതിനെല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇത് ഒരിക്കൽ പോലും നടക്കാത്തൊരു സംഭവമാണ് എന്ന് അന്ന് അമേരിക്ക വിലയിരുത്തി. പൗലവി വന്നതുമില്ല, ഇവിടെ വിപ്ലവം നടന്നതുമില്ല, അമേരിക്കക്കാണെങ്കിൽ ഇറാൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയതുമില്ല, അവിടെ ആ ഭരണം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ഇറാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം. 18 രാജ്യങ്ങളെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2026 മാത്രം ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. 2025 ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇസ്രായേലും ഇറാനും തമ്മിൽ, ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ ഈ 3 രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് എത്തിയത്. പിന്നെ ചില മിസൈലുകളൊക്കെ പല രാജ്യങ്ങളിലൊക്കെ ജോർദാൻ്റെ അതിർത്തിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തകർന്ന് വീണിട്ടുണ്ട്, അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്താശകൾ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ തുർക്കിയുടെ ആകാശത്തിലൂടെ ഈ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറന്നതായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളൊക്കെ നടന്നതാണ്. അതൊക്കെ പിന്നെ അവസാനിച്ചു. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, കാതലായിരിക്കുന്ന വിഷയം, അമേരിക്കയുടെ പ്രതീക്ഷകളും അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്ന മുന്നറിയിപ്പുകളും എല്ലാം തെറ്റായിരുന്നു. അതിലെവിടെയും ശരിയില്ല. മൊസാദ് പരാജയപ്പെട്ടു, ഇസ്രായേൽ പരാജയപ്പെട്ടു, അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗം പരാജയപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ വലിയ രീതിയിൽ പ്രാധാന്യമുണ്ട്. അവർ രഹസ്യമായ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക.
ഒരു രാജ്യത്തിൻ്റെ ഒരു പാർലമെൻറ്റ് പോലെയുള്ള മേഖലയിലുള്ള രഹസ്യങ്ങൾ കിട്ടണമെങ്കിൽ സാധാരണ വേഷത്തിൽ സാധാരണക്കാരോടൊപ്പം നിന്നുകൊണ്ട് വിവരശേഖരണം നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിൽ അവർ 100% പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് 18 രാജ്യങ്ങൾ ആക്രമിച്ച ലിസ്റ്റ് പുറത്തു വരുന്നത്. ഈ രാജ്യങ്ങൾക്കെല്ലാം വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് അമേരിക്കയുടെ സൈനിക ബേസുള്ള രാജ്യങ്ങൾക്കാണ് എന്നുള്ളതും കൃത്യമാണ്. ഈ രാജ്യങ്ങളെ ആക്രമിച്ചതിൻ്റെ കണക്കും ബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അമേരിക്ക മുന്നോട്ട് വെച്ചതോടുകൂടി ഇറാൻ അവരുടേതായിരിക്കുന്ന നിലപാടും പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം UN-ൽ ഓൾറെഡി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ സാമ്പത്തിക നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. 2025-ലും 2026-ലും അന്യായമായ രീതിയിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുകയും തങ്ങളുടെ ആത്മീയ നേതാവ് അടക്കമുള്ള ഉന്നതരെ കൊലപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നഷ്ടം അവരിൽ നിന്ന് ഈടാക്കി തരണം. അതിന് ചില ചരിത്രപരമായിരിക്കുന്ന പരാമർശങ്ങളും അതിൽ നടത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു സംഭവം ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുൻപ് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഹോളോകോസ്റ്റ് കാലത്ത് ജർമ്മനിയിൽ നിന്ന് ജൂതന്മാരെ ആട്ടിത്തെളിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. 2ാം ലോക യുദ്ധത്തോടനുബന്ധിച്ചാണ് ആ സംഭവം നടന്നത്. ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത് നടന്നിരിക്കുന്ന ആ സംഭവം എന്ന് പറഞ്ഞാൽ വംശീയ ഉന്മൂലനമായിട്ടാണ് ചരിത്രം അതിനെ വ്യാഖ്യാനിക്കുന്നത്. ജർമ്മനിയിലുള്ള അപ്പാടെയുള്ള ജൂതന്മാർ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ മുഴുവനും ഈ കൊലപാതകം ഭയപ്പെട്ടുകൊണ്ട് അഭയം തേടിയെങ്കിലും ഒരു ക്രിസ്തീയ രാഷ്ട്രവും അവർക്ക് അഭയം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര സത്യം. ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് 2-ലധികം കപ്പലുകളിൽ ജൂതന്മാരെ കടലിൽ മുക്കിക്കൊന്നു എന്ന പരാമർശം പോലും ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ജൂത വിഭാഗവും ക്രിസ്ത്യാനും തമ്മിലുള്ള ആശയപരമായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ദൈവപുത്രനെ ജൂതന്മാർ ഒറ്റുകൊടുത്ത് കുരിശിൽ തറച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വംശാവലി വെറുക്കപ്പെടേണ്ടവരാണ്, അവർക്ക് അംഗീകാരം നൽകാൻ വേണ്ടി സാധിക്കില്ല, അവർ ആട്ടി ഓടിക്കപ്പെടേണ്ടവരാണ് എന്നായിരുന്നു ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അങ്ങനെ ഒരു ക്രിസ്തീയ രാജ്യവും ഒരു മനുഷ്യനെ പോലെയുള്ള ഒരു പരിഗണന ആർക്കും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അന്നത്തെ കാലത്തെ വിഷയങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ചില ചരിത്രത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, സ്ത്രീയും പുരുഷനും തമ്മിൽ മനസ്സിലാകാത്ത വിധം ശാരീരിക ക്രമത്തിന് തന്നെ മാറ്റങ്ങൾ വന്നു. പട്ടിണി കിടന്ന് ദാരിദ്ര്യം അനുഭവിച്ച് വയലുടനീളം ചത്തൊടുങ്ങി അങ്ങനെ ശേഷിക്കപ്പെട്ട അപൂർവം മനുഷ്യന്മാർ മാത്രമായിരുന്നു മിഡിൽ ഈസ്റ്റിൽ അഭയം തേടി മിഡിൽ ഈസ്റ്റിൽ എത്തിയത്, അതായത് പാലസ്തീൻ്റെ ദേശത്ത്. അവിടെ വെച്ചാണ് പിന്നെ പാലസ്തീനികൾ, അറബികളാണ്, അവർ പിന്നെ നിഷ്കളങ്കരാണ്, അവരിവർക്ക് അഭയം നൽകുന്നു, ഭക്ഷണം നൽകുന്നു, വസ്ത്രം നൽകുന്നു, അവർക്ക് പാർപ്പിടം നൽകുന്നു. നമുക്കറിയാം ആ സംഭവങ്ങളൊക്കെ നൽകി. പിന്നെ കുറേശ്ശൊക്കെ അവർ ഭൂമി വിലക്ക് വാങ്ങി, പിന്നെ കുറേശ്ശെ പോക്കിരുത്തത്തോടുകൂടി പിടിച്ചെടുത്തു, പിന്നെ അവർ ആട്ടിത്തെളിക്കാനും വേണ്ടി ശ്രമിച്ചു, ബ്രിട്ടൻ അതിന് പിന്തുണ നൽകി. അങ്ങനെയൊക്കെയാണ് ചരിത്രം. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം തങ്ങളുടെ തലമുറയെ കൂട്ടക്കൊല ചെയ്തതിന് തങ്ങൾക്ക് നഷ്ടം വേണം എന്നുള്ളത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും അതോടൊപ്പം തന്നെ UN സഭയിലും ഇസ്രായേലിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിലെ പിൻതലമുറക്കാർ പരാതി നൽകി. ന്യായപരമായിരിക്കുന്ന ഒരു അപേക്ഷയാണ് ലഭ്യമായത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അതിന് കൃത്യമായിരിക്കുന്ന സംഖ്യ ഇതിൽ പറയുന്നില്ല. ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ ജർമ്മൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിലെ ജനങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് ആ നഷ്ടപരിഹാരത്തിൻ്റെ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ആ പണം വാങ്ങിയിട്ട് ആ പണം കൊണ്ട് അവരെന്ത് ചെയ്തു, രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. രാജ്യം കെട്ടിപ്പടുക്കൽ മാത്രമല്ല, അവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി. അങ്ങനെ പലസ്തീനുകളുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ആയുധ ശേഖരണങ്ങളൊക്കെ ജർമ്മനിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന തലമുറയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതിഫലമായിട്ട് ലഭിച്ച പണമാണ് എന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇറാൻ പറഞ്ഞ കാര്യം ഇതും ചരിത്രത്തിലൂടെ നടന്നു പോയിരിക്കുന്ന സംഭവമാണ്, മാഞ്ഞു പോകാനൊന്നും പറ്റില്ല. സമാന അവസ്ഥ ഞങ്ങളുടെ രാജ്യത്തുണ്ടായി. തങ്ങൾ ആക്രമിക്കാൻ പോയതല്ല, തങ്ങൾ ആക്രമിക്കപ്പെട്ടവരാണ്, അതിനാൽ തങ്ങൾക്ക് നഷ്ടം വേണം. ഇതാണ് ഇറാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് UN-ൽ ഇപ്പോൾ പ്രമേയമുണ്ട്. ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ ആക്രമണം നടത്തിയത്. അങ്ങനെ ഇപ്പോൾ 2 തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിക്കുന്നുണ്ട്. ഒന്ന്, തങ്ങളെ ആക്രമിച്ചതിന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ നഷ്ടപരിഹാരം വേണം. അതാണ് ഒന്ന് പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത്,
ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരിത്ര പണം നൽകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പണം നൽകാൻ വേണ്ടിയിട്ട് താമസം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടം ലോകത്തിൽ നിന്ന് വാങ്ങാൻ ഇന്ന് ഇറാന് സാധിക്കും. ആ ലോകത്തു നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹോർമുസ് കടലിൽ ചുങ്കം ഞങ്ങൾ ഇരട്ടിയാക്കും, അത് അവരിൽ നിന്ന് പണം വാങ്ങും. അതിൻ്റെ കാരണക്കാർ അമേരിക്കയാണ്. പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അമേരിക്കയോടാണ് പറയേണ്ടത്. കാര്യം അവരുടെ കാരണത്താലാണ് തങ്ങളുടെ രാജ്യം പീഡിപ്പിക്കപ്പെട്ടത്. അതിനുള്ള തിരിച്ചടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇറാന് വെച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് തന്നെ തിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു നിലപാടുകളൊന്നും യഥാർത്ഥത്തിൽ സ്വായത്തമാക്കാനുള്ള സംഘബലവും ശക്തിയും നിലവിൽ അമേരിക്കയ്ക്കില്ല. അമേരിക്ക ചോർന്നൊലിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ മഴ കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന മഹാരാജ്യത്തെ മാറ്റിയത് ഇറാനാണ്. ഇപ്പം മൂന്നാം ലോക രാജ്യങ്ങളുമായി ഏറ്റുമുട്ടിയിട്ട് ജയിക്കാത്തൊരു കാലമാണ്. അങ്ങനെ തിളക്കമുള്ള കാലം അവരത് അവസാനിച്ചു. അങ്ങനെ ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ലയെന്ന് പറയാൻ പറ്റും. നോക്കൂ, 5ാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. റഷ്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ സൈനിക ബലത്തിൻ്റെ 2ാം ശക്തിയാണ്. ഉക്രൈൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 15 രാജ്യങ്ങൾക്കും താഴെ, 35 രാജ്യങ്ങളാണെന്ന് തോന്നുന്നത്, കൃത്യം ഞാൻ നോക്കിയിട്ടില്ല, അത്രയും താഴെ കിടക്കുന്ന ആ രാജ്യമായിട്ട് റഷ്യ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക. എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ലോകത്തിലെ വലിയ സൈനിക ശക്തിയുള്ള രാജ്യമെന്ന് മാത്രമല്ല, വർഷാന്തം അവരുടെ ആയുധശേഷികളൊക്കെ പുതുക്കിക്കൊണ്ട് പുനർക്രമീകരണം നടത്തുകയും കൂടി ചെയ്യുന്ന രാജ്യത്തിന് പേരാണ് ഇസ്രായേൽ. അപ്പോൾ ലോകത്ത് സൈനികപരമായിരിക്കുന്ന ബലത്തിലും ശക്തിയിലും മോശമല്ലാത്ത സ്ഥാനം വഹിക്കുന്ന ആ ഇസ്രായേലുമായിട്ട് ഗസയിലെ ഹമാസ് യുദ്ധം ചെയ്തത് 2 വർഷമാണ്. ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ ജയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും ഗസയിൽ അവർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. വിജയം ഉണ്ടായിട്ടില്ല. ഇനി 3ാമത്തതാണ് നമ്മൾ ഈ പറയുന്നത്, ഹൂത്തികളുമായിട്ട് അമേരിക്ക സംഭവം വലിയ യുദ്ധം നടന്നത്, ജയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് പോകുന്നത് ഇറാനിലേക്കാണ്. ഇറാനിൽ എന്തായാലും ജയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, നഷ്ടപരിഹാരം വേണം അല്ലെങ്കിൽ ഈടാക്കുമെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ സമാനമായ രീതിയിലുള്ള തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായപ്പോൾ യഥാർത്ഥ ട്രംപിനിപ്പോൾ സംസാരിക്കാനില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.